മേഖലാ ബാലവേദി സംഗമം ചെറായി സാമൂഹ്യ സേവാ സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഉദ്ഘാടനം റിട്ടയർഡ് AO ജയദേവൻ മാഷ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ബിന്ദു തങ്കച്ചൻ സ്വാഗതവും NK സുരേഷ് കൺവീനർ സമാപന സമ്മേളനവും. മുഖ്യപ്രഭാഷണം ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം നിർവഹിച്ചു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ബിന്ദു തങ്കച്ചൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ജയദേവ മാഷെ സ്വാഗതം ചെയ്യുന്നു. ഇനി മാഷെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മൂലമുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള സിദ്ധാർത്ഥ മാഷ്, അരവിന്ദൻ, പ്രസാദ് എന്നീ PP ജോഷി, ഹരി എന്നീ പ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ പങ്കെടുക്കുന്ന കൊച്ചു കൂട്ടുകാരാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇത്രയും കൂട്ടുകാരിലൂടെ എത്തിച്ചേർന്നതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും നമ്മുടെ ഈ പരിപാടി ബാലോത്സവ സംഗമത്തിൽ ഇന്നിൻ്റെ നാളത്തെ നായകരല്ല കുട്ടികൾ, ഇന്നിൻ്റെ നായകരാണ്. അവരെ ആ രീതിയിൽ വളർത്താൻ നമുക്ക് ഒത്തു ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് നിർത്തുന്നു. വീഡിയോ കൂടിയിട്ട് അവർ ആ പഴയ കാലങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇട്ട് ആ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമമാണ് വന്നത്. കാരണം ആ പഴയ കാലത്ത് അവർ ആ ഓർമ്മകൾ അയവടക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ കൂടിയായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് അതൊന്നും അത്തരത്തിലുള്ളൊരു എന്താ പറയുക, ആ ഒരു സമയം കളയാനുള്ളൊരു അവസരം നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ബാലവേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ അവരാ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടും ഇപ്പം ഇവിടെയുള്ള കളികളെല്ലാം തന്നെ ഏറ്റവും പഴമ നിറഞ്ഞതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഏറ്റവും പഴമ നിറഞ്ഞ കളികളൊന്നും തന്നെ ഇപ്പം നമ്മളുടെ മക്കൾക്ക് അറിയാൻ പാടില്ലാത്തൊരു സമയമാണ്. അപ്പോൾ അതെല്ലാനും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി അവർക്കൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരത് ശീലിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നല്ല രീതിയിൽ കുട്ടികളുടെ നല്ല ഒരു ഓർമ്മ ഉണർത്തുന്ന ഒരു ദിനമാക്കി മാറ്റാനായിട്ട് ഇടയാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എല്ലാം ചെയ്യാം. അപ്പോൾ മുതിർന്നവരായിരിക്കുന്നപ്പോഴാണ് നിങ്ങൾ വളരെ സുരക്ഷിതരായിട്ടിരിക്കുമ്പോഴാണ്. പിന്നെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അച്ഛനമ്മ ഹാപ്പി ആയിരിക്കും. നല്ല കാര്യങ്ങൾ ഇടപെടുക എന്താ സമൂഹത്തിന് ഗുണപ്രദമാകുന്ന രീതിയിൽ മനുഷ്യരായിട്ട് വളരുന്നത്. മനുഷ്യരായിട്ട് വളരുക എന്താ മനുഷ്യന്റെ അവസ്ഥ? മനുഷ്യന്റെ അവസ്ഥ നമുക്ക് മനുഷ്യരെന്നാണ് പറയുന്നത്. എന്താ പറയുക? ഭൂമിയിൽ ഇപ്പോൾ നിലവിലുള്ള ജീവജാലങ്ങളിൽ അത്യാവശ്യം വിവേകമുള്ള, ബുദ്ധിയുള്ള, സാങ്കേതിക വിദ്യയിലും മറ്റും മികവ് തെളിയിച്ച, മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ കഴിയുന്ന ജീവി എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്ന ജീവികളാണ് മനുഷ്യൻ. കേട്ടോ, എല്ലാവരും അങ്ങനെ വിശ്വസിക്കേണ്ടത് എനിക്ക് അറിയില്ല. എല്ലാ മനുഷ്യരെന്നെ ഉദ്ദേശിക്കും മറ്റുള്ള ജീവികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബം പോകാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ നമ്മൾ ജോണ പോലെ പോകില്ലേ, അല്ലേ? അതിൻ്റെ ഇടയിൽ വലിയ ഇടക്കാലം ജാതകത്തിൽ നമുക്ക് വലിയിട്ടു എന്ത് സംഭവിക്കും? മൊത്തം അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ ചെന്തറി പുറകെ വീട്ടിൽ ഇരിക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് സംഭവിക്കുന്നത്? ഒരു പോകുന്ന വഴിക്കൊക്കെ ഒരു കെമിക്കൽ ഇട്ടിട്ടാണ് പോകുന്നത്, ഒരു രാസപദാർത്ഥം ഇട്ടിട്ടാണ് പോകുന്നത്. ഫിറോമോൺ എന്ന് പറയും. ഫിറോമോൺ നമ്മൾ തോന്നുമ്പോൾ ആ വഴിയിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് പോരും. അപ്പോൾ അവർക്ക് വഴി. പക്ഷെ അവർക്ക് വളരെ ഭംഗിയായി നമുക്ക് വേണ്ട സാധനങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഉദാഹരണത്തിന് പഞ്ചസാര വെച്ച് നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലവർ പറയുന്നത് ആ പഞ്ചസാര എടുത്തുണ്ട് ചായ എവിടെ നമ്മളെ ബന്ധുക്കൾ തപ്പും ഇല്ലേ? നമുക്കറിയില്ല. ആരും പറയണം അന്വേഷിച്ചു പോകും. ശരിയല്ലേ? നമ്മളെക്കാൾ കുറച്ചുകൂടി കൂടുതൽ കഴിവാറുണ്ട് ഉറുമ്പിന്. എന്തിന്? മധുരമുള്ള സാധനം കണ്ടുപിടിക്കുക. എല്ലാ കാര്യത്തിലും കേട്ടോ. പക്ഷെ മനുഷ്യന്റെ രീതി
തള്ള ഏകലവ്യന്റെ വീട്ടിലൊക്കെ ഇതില്ലെങ്കിൽ അമ്പയ്ക്കാൻ പറ്റില്ല. അമ്പയ്ക്ക് പോസിബിളല്ല. മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാനായിട്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് പെരുന്നത്. ഇത് മനുഷ്യന്റെ വികസനത്തിന് മനുഷ്യൻ ഇന്നത്തെ നിലയിൽ ഭൂമിയുടെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള അനിമലായിട്ട് മാറുന്നതിന് സഹായിച്ച ഒരു ശരീരമാണ്. രണ്ടാമത്തെ ഇതാണ്. ഇതെന്താണ്? കഷണ്ടി അല്ല കേട്ടോ. എൻ്റെ ഉള്ളിൽ ചില സാധനമുണ്ട്. അതല്ല ബ്രെയിൻ മനുഷ്യവാസം എന്ന് പറയില്ല. ഇതിൻ്റെ താഴെ താമസിക്കുന്നുണ്ടല്ലേ തലച്ചോറ് എന്ന് പറയും. അതാണ് തലച്ചോറ് മനുഷ്യൻ്റെതാണ് ഏറ്റവും വികാസം പ്രാപിച്ചത്. താൻ ജീവിക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് പ്രദേശത്തിനനുസരിച്ചിട്ട് പ്രത്യേക ഭാഷകൾ പറയുന്നത്. നമ്മൾ മലയാളം പറയുന്നത് അല്ലേ? തമിഴ്നാട്ടിൽ പോയ തമിഴ് പറയുന്നത് അല്ലേ? ശരിയല്ലേ? ശബ്ദമാണ്. ഇതൊക്കെ ശബ്ദമാണ്. ശബ്ദത്തിന് നാട്ടം ഉപയോഗിച്ചിട്ട് കണ്ണാടുകൾ മാറ്റി പല പല രൂപത്തിലേക്കാക്കി മാറ്റുക അല്ലേ? ഒന്ന് ശ്രമിച്ച് ആന എന്ന് പറഞ്ഞാൽ ആന ആന എന്ന് പറഞ്ഞ പറഞ്ഞു ആന പറഞ്ഞില്ലേ? ഇനി നാക്കടക്കാൻ പാടില്ല. നാക്ക് താഴെ മുട്ടിച്ച് വെച്ചേ. മുട്ടിച്ച് വെച്ചാ മുട്ടിച്ച് വെച്ചിട്ട് ആന നാക്കടക്കരുത്. ആ നാക്കടക്കരുത്. നാക്ക് താഴെ മുട്ടിച്ചിട്ട് വാ തുറന്ന് പിടിച്ചേ. വാ അടക്കരുത്. നാക്ക് താഴെ വെക്ക്. എന്നിട്ട് വാ തുറന്ന് പിടിക്കും. എന്നിട്ട് ആനാന്ന് പറഞ്ഞു നിങ്ങളുടെ ചുണ്ടും വായയും നാക്കും എവിടെയൊക്കെ പോയി മുട്ടുണ്ട്, എങ്ങനെ കണ്ടുണ്ടെന്ന് നോക്കിയേ. ഒന്ന് പറഞ്ഞു നോക്കിയാൽ പറയണേന് കൂട്ടത്തില് നാക്കെവിടെ പോയി മുട്ടുന്നു, ചുണ്ടെങ്ങനെ മുട്ടുന്നു നോക്കിയേ. ആണെന്ന് പറഞ്ഞു നോക്കിയേ. മനസ്സിലായോ? അപ്പോ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് ആശയവിനിമയം നടത്തുന്നവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവും. നന്നായിട്ട് ആശയവിനിമയം നടത്താൻ എന്ത് വേണം? പുസ്തകങ്ങൾ വായിക്കണം. ഇതുപോലുള്ള പരിപാടികൾക്ക് പോകണം. പരിപാടിക്ക് പോവുകയും വേണം. ഇവിടെ പറയുന്ന കളികളിൽ പങ്കെടുക്കണം. പരസ്പരം സംസാരിക്കണം. ചാടണം. പാട്ട് പറയണം. കൂടെ പാടാം. എല്ലാം ചെയ്യണം. അതൊക്കെ ചെയ്ത് മിടുക്കനായിട്ട് വളരുമ്പോൾ അച്ഛനമ്മമാർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ കാര്യം എന്നോട് ചോദിക്കുക. എന്താ കാര്യം? അപ്പോൾ ഞാൻ പറയുള്ളൂ, എനിക്ക് 2 മക്കളാണ്. എത്ര? 2 ആൺകുട്ടികൾ. 3 ആള് ഇപ്പൊ കാശ്മീരിലാണ്. എവിടെയാണ്? കാശ്മീരിലാണ്. അവിടെ പഠിക്കുന്നത് BSc അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ സാധനത്തിൽ പഠിക്കുന്നത്. എന്താണ് BSc അഗ്രികൾച്ചർ? സ്കോളർഷിപ്പോട് പഠിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ്. എനിക്ക് ചെലവില്ല. എനിക്ക് വലിയ ചെലവില്ല. അവരുടെ കാശ് സർക്കാർ കൊടുക്കുന്നത്. എങ്ങനെയാണ് സ്കോളർഷിപ്പ് കിട്ടിയത്? എങ്ങനെ സ്കോളർഷിപ്പ് കിട്ടുന്നത്? നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടും. നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതിയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യം മറ്റുള്ളവരോട് പറയണം. എന്നാലും ഓർമ്മയിൽ നിൽക്കുള്ളൂ. കൂട്ടുകാരോട് പറയണം. കൂട്ടുകാരായിട്ട് ചർച്ച ചെയ്യണം. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ഹാപ്പിയാണ്. കുറച്ച് ദിവസം എന്താ കാര്യം? എൻ്റെ 2ാമത്തെ അവൻ ഈ ആഴ്ച വിദേശത്തേക്ക് പോയി. അവൻ 12ാം ക്ലാസ് പഠിക്കുന്നുണ്ടാവും. 12th പഠിക്കുന്നു. വിദേശത്തേക്ക് പോയി. എന്തിനാണെന്നറിയോ? വിദേശത്തെ കുറേ രാജ്യങ്ങളിലെ കുറേ കുട്ടികൾ, ഏകദേശം 1000ഓളം കുട്ടികൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അങ്ങനെ സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇല്ലല്ലേ? ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം ടാഷ്കെന്റാണ്. അവിടെയാണ് നമ്മുടെ ഒരു മുൻ രാഷ്ട്ര നേതാവ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭരണാധികാരി മരണപ്പെട്ടുള്ളത്. ഓർമ്മയുണ്ടായിരുന്നു? ലാൽ ബഹാദൂർ ശാസ്ത്രി ഒരു സമ്മേളനത്തിൽ പോയിട്ട് മരണപ്പെടുന്നത് അവിടെ ടാഷ്കെന്റ്. അത് USSR എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോഴും അതെ. ഇപ്പൊ USSR വിട്ട് സ്വതന്ത്ര രാഷ്ട്രമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇവിടെ 2 പേരും ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്നത്. ഞാൻ 2 പേര്. അവർ 2 ഓണത്തിൻ്റെ കൂട്ടുവെച്ചോടെ നടന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ടാഷ്കെന്റ് എന്നുള്ള സ്ഥലത്തേക്ക്, അവിടെ നിന്ന് സ്ഥലം, അവിടേക്ക് പോവുകയാണ്. എങ്ങനെയാണെന്നറിയോ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള 1000ഓളം കുട്ടികളുമായിട്ട് മത്സരിക്കുക. എന്ത് മത്സരം? ബയോളജിയുടെ മത്സരം, ജീവശാസ്ത്ര മത്സരം, ബയോളജി ഒളിമ്പിയാഡ്,
സർക്കാർ നടത്തുന്ന പ്രോഗ്രാമാണ്. വിവിധ രാജ്യങ്ങളുടെ ഗവൺമെന്റുകൾ നടത്തുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത 4 കുട്ടികൾ വരാം. 4 പേരെ സെലക്ട് ചെയ്തോളൂ. സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ പലതരം കാര്യങ്ങൾ പഠിച്ച് മിടുക്കരായി പല മേഖലകളിൽ അത്യുന്നതമായ വിജയം നേടി നല്ല മനുഷ്യരായിട്ട് സമൂഹത്തിനെ സഹായിക്കാനാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അതെങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? നമ്മളെ കുറിച്ച് തിരിച്ചറിയുക, നമ്മുടെ നാട്ടിലുള്ള സാധ്യതകളെ കുറിച്ച് തിരിച്ചറിയാം. നമ്മളെ കുറിച്ച് തിരിച്ചറിയുമ്പോൾ എന്തൊക്കെ വേണം? നമ്മുടെ നാട്ടിൽ എന്തിനൊക്കെ സഹായിക്കുന്നു? നാട്ടിൽ ടേസ്റ്റ് അറിയാം. പിന്നെ അടി വാങ്ങണം, തല്ലുവാങ്ങാൻ സഹായിക്കും. നാട്ടിൽ തല്ലുവാങ്ങാൻ സഹായിക്കും. എങ്ങനെയാണ്? ടേസ്റ്റ് സഹായിക്കും. സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതാണ്. അടിമേടിക്കാൻ സഹായിക്കും. കാരണം ഞാൻ എന്റെ ആനന്ദ് പറയത്തില്ലേ, അങ്ങനെ ഓരോ വാക്ക് പറയുന്നത് ആരാണ്? നാട്ടാണ്. നാട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുമെങ്കിൽ നാട്ടുകാരെ കൊടുത്തിട്ട് വരും. 2 കാര്യങ്ങളുണ്ട് അല്ലേ? അടിമേടിക്കാം, പിന്നെ ടേസ്റ്റ് അറിയാം. ഏതൊക്കെ ടേസ്റ്റ് അറിയാം? നാട്ടുകാരുടെ കയ്യിലെ ടേസ്റ്റ് അറിയാം, തിന്നുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് അറിയാം. അല്ലേ? ശരിയല്ലേ? അല്ലേ? കണ്ണിന് സഹായിക്കും. കാണുന്നത് കാണാൻ, നല്ലത് കാണാൻ സഹായിക്കും, ചീത്ത കാര്യം കാണാൻ സഹായിക്കും. നല്ലത് കാണാൻ സഹായിക്കും, ചീത്ത കാണാൻ സഹായിക്കും. നല്ലത് ചെയ്യാൻ സഹായിക്കും, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും. അതിന് നല്ലത് ചെയ്യണോ ചീത്ത ചെയ്യണോ എന്ന് ആര് തീരുമാനിക്കും? ഇവിടെ ഇരിക്കുന്ന ആൾ തീരുമാനിക്കും. ഇതിനകത്ത് ആരായിരുന്നത്? ബ്രെയിൻ തീരുമാനിക്കും. ആ ബ്രെയിനെ കൊണ്ട് ആര് തീരുമാനിക്കും? നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ ബ്രെയിൻ കൊണ്ട് നല്ലത് ചെയ്യാൻ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെയ്യും. നാട്ടുകാരോട് തല്ല് മേടിച്ചു അല്ലേ? ശരിയല്ലേ? ആണോ? നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതുപോലുള്ള പഴയ കാര്യങ്ങളിലുള്ള സമയത്ത് ഇവിടെ വന്നിരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ? നിങ്ങളുടെ കാലം ഉറപ്പാക്കും, കാലം മുമ്പോട്ട് പോകും. ആരുടെ വേറെ കുറെ കാലങ്ങളുടെ കൂടെ ആ കാലങ്ങളുടെ ആരുടെ കൂട്ടുകാരുടെ ഇരിക്കും. അവരുടെ ഇതിലും അകത്തുള്ള സാധനം ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ കടപ്പുറത്തേക്ക് വിളിക്കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും? വെള്ളം നടന്ന് ചാടിക്കഴിഞ്ഞിട്ടും ഫയർഫോഴ്സ്, പോലീസ് ഫോഴ്സിനൊക്കെ പണിയാവും. തിരിച്ചു നോക്കിയിട്ടില്ലേ? അല്ലേ? അപ്പൊ അതങ്ങനെ പോകേണ്ടത് ആര് തീരുമാനിക്കും? ഇതിനകത്തുള്ള തീരുമാനിക്കും. ആൾ തീരുമാനിക്കും. അതാര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. വേണ്ടേ? ശരിയല്ലേ? അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനാകട്ടെ, മിടുക്കരായിട്ട് പഠിക്കാനാകട്ടെ. ഞാനിന്നലെ ഒരു കാര്യം പറഞ്ഞ അവസാനിക്കില്ല. നിങ്ങൾ അറിയേണ്ടതാണ്, നിങ്ങൾക്കിവിടെ എന്തായാലും പ്രകൃതിയെ കുറിച്ച് പഠിക്കേണ്ടി വരും. വേണ്ടേ? ജ്യോത്സ്യം എന്ന് പറയുന്നത് പഠിക്കണം. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് മനുഷ്യനെ മാത്രം ആശ്രയിച്ചതല്ല. ആണോ? അടുത്ത 50 വർഷത്തിനുള്ളിൽ നമ്മുടെ കയ്യിലിരുപ്പ് ശരിയല്ലെങ്കിൽ വൈദ്യുതികരണ പഞ്ചായത്ത് സമ്മതിക്കില്ലെന്ന് പറയണ്ട, കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറയും. പക്ഷെ കൊണ്ടുപോകും. ആര് കൊണ്ടുപോകും? കടൽ കൊണ്ടുപോകും. ഒരു താമസമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് കേട്ടിട്ടുണ്ടോ? ആഗോള താപനം, ഭൂമി മൊത്തം ചൂടാവണം. ഏപ്രിൽ മെയ്യിൽ നമ്മൾ എന്ത് രീതിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ കൂടി കഴിയുമ്പോൾ ഹിമാലയത്തിലുള്ള ഐസും അന്റാർട്ടിക്കയിലുള്ള ഐസൊക്കെ അങ്ങനെ ഉരുകാൻ തുടങ്ങിയാൽ ആ ഉരുകയുടെ 1.5 ഉരുകാകും. നമ്മുടെ കടലിന്റെ ഉയരം 1 മീറ്റർ പൊങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ വെള്ളത്തിലേക്ക് കൊച്ചി നഗരം വെള്ളത്തിലാകും. 1 മീറ്റർ പൊങ്ങിയാൽ മതി. ബോംബെ വെള്ളത്തിലാകും, വിശാഖപട്ടണം വെള്ളത്തിലാകും, ഗോവ വെള്ളത്തിലാകും, കൽക്കട്ട വെള്ളത്തിലാകും, ചെന്നൈ വെള്ളത്തിലാകും. 1 മീറ്റർ പൊങ്ങിയാൽ മതി. മനസ്സിലായോ? അപ്പോ ചുറ്റുപാടും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആ മാറ്റങ്ങൾ തടയാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടാകും. ഓരോ മരവും മുന്നിൽ ചവിട്ടി മെതിക്കുമ്പോൾ നാളെ ആ ചവിട്ടി മെതിക്കുന്ന കൂടെ വെള്ളം നമ്മൾ ചവിട്ടി മെതിക്കും എന്ന് മനസ്സിലാക്കണം. ഓക്കെ? അങ്ങനെ ഒരു ബോധം മനസ്സിലുണ്ടാകണം, നന്മയുടെ ബോധം. അതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ?
കുറേ കാര്യങ്ങൾ മനസ്സിലാക്കില്ല. ഇന്ത്യയിൽ 4 ഹോട്ട് സ്പോട്ടുകളുണ്ട്. ഹോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ചൂടുള്ള പ്രദേശമല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താ, വളരെയധികം പ്രാധാന്യമുള്ള അത്യാപത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശം 4. എങ്ങനെയാണെന്ന് ഒരു സ്ഥലത്തിന് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അവിടെ മാത്രം വളരുന്ന അവിടുത്തെ തന്നെ സ്വന്തമായ ജീവികളും സസ്യങ്ങളും, അതിന് എൻഡമിക് സ്പീഷീസ് എന്ന് പറയും. എൻഡമിക് അതിന് 1500-ലധികം എൻഡമിക് സ്പീഷീസ് ജീവിജാലങ്ങൾ, സസ്യങ്ങളോ ജന്തുക്കളോ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഹോട്ട്സ്പോട്ടാണ്. മനസ്സിലായി? അതുകൊണ്ട് വെസ്റ്റേൺ ഘട്ട് ഹോട്ട്സ്പോട്ടാണ്. കാരണം വെസ്റ്റേൺ ഘട്ട്സിലെ 1500-ലധികം സ്പീഷീസിനെ വെട്ടി നശിപ്പിച്ചിട്ടാണ് തേയില വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മിക്കവാറും സ്വതസിദ്ധമായ കാടുകളുടെ ബ്രിട്ടീഷുകാരെ വെട്ടിക്കൊണ്ടേ എന്നിട്ട് അവിടെ കാട് നിന്നു. നമ്മളവിടെ ചെന്നിട്ട് തേയിലത്തോട്ടത്തിലേക്ക് നിന്ന് പടമൊക്കെ നമുക്ക് ഭയങ്കര രസമാണ്. പക്ഷെ അത് എത്രത്തോളം അപകടകരമാണെന്ന അവസ്ഥ നമുക്കില്ല. ജന്തുജാലങ്ങളുടെ സ്ഥിതി അങ്ങനെ തന്നെ. അങ്ങനത്തെ 4 അപകടം നേരിടുന്ന പ്രദേശങ്ങളുണ്ട്. ഇതിലൊന്ന് നമ്മുടെ കേരളത്തിലുള്ള വെസ്റ്റേൺ ഘട്ട്സാണ്. രണ്ടാമത്തത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ഭാഗങ്ങളാണ്. മൂന്നാമത്തത് ഭൂട്ടാൻ ഇന്ത്യ ബോർഡറാണ്. പിന്നെ വേറെ സിന്ധു കുഷ്ടുകൊണ്ട് വേറെ മേഖല കൂടിയുണ്ട്. ഈ 4 മേഖലകൾ അതിനാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രകൃതി സ്നേഹികളാകുക, മിടുക്കരാകുക. നമ്മുടെ നാട്ടിലെ നിങ്ങൾ ടൂർ പോകില്ലേ? ടൂർ പോകാറുണ്ട്. ടൂർ പോകുമ്പോൾ നിങ്ങൾ അധ്യാപകരോട് പറയണം, നമ്മുടെ നാട്ടിലെ നല്ല ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ കൂടി നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ എറണാകുളത്ത് ഹൈക്കോടതിയിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI, അത് ഇന്ത്യയിലെ പ്രീമിയർ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അവിടെ കൊണ്ടുപോകാൻ പറയണം. അവിടെ നല്ല മ്യൂസിയമുണ്ട്, ലാബുണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാനുള്ള അവസരം തരണമെന്ന് ടീച്ചേഴ്സിനോട് പറയണം. കൂടെ കേവലം SH കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയണം. അവിടെ ഒരു അടിപൊളി മ്യൂസിയം ഉണ്ട്. അവിടെ വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്കെലിറ്റൻ അവിടെ വെച്ചിട്ടുണ്ട്. അസ്ഥികൂടം എന്തിൻ്റെയാണ്? തിമിംഗലത്തിൻ്റെ. ഏകദേശം 60 നല്ല ഭംഗിയാണ്. ഒരു ആനയുടെ അസ്ഥികൂടം, ഒരു പാപ്പാൻ്റെ ആനയുടെ അസ്ഥികൂടം പിടിച്ച്
വളരെ അത്ഭുതമാണ്. ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഇത് കാണിച്ചു തരുന്നുണ്ട് അല്ലെ? ചിത്രങ്ങളായും വിവരങ്ങളായും തരും. വലിയ ഡാറ്റ, വലിയ വിവരങ്ങൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട് ഇന്റർനെറ്റിൽ. അതിനെ കാണാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഫുൾ ടൈം ഗെയിം കളിക്കാനും സിനിമ കാണാനാണ് ഉപയോഗിക്കുന്നെങ്കിലോ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് താഴെ പോകില്ല. എന്ത് സംഭവിക്കും? സ്ഥിരമായി കണ്ണിന്റെ കഴിവ്, കാണാനുള്ള കഴിവ് ഇല്ലാതെയാണ്. കണ്ണിന്റെ മസിലുകൾ ചുറ്റുപാട് നോക്കിയാലും മസില് നന്നായിട്ട് പ്രവർത്തിക്കും. കണ്ണിന് എപ്പോഴും നല്ല കാഴ്ച ഉണ്ടാവുള്ളൂ. ഫുൾ ടൈം നോക്കിയിരുന്നാലോ എന്ത് സംഭവിക്കും? നിങ്ങൾ കാലത്തോട് വൈകിട്ട് കസേരയിലിരുന്നാലോ എന്ത് സംഭവിക്കും? ഈ മസിലാണോ എണീക്കുമ്പോൾ കൈ കരുതില്ലോ? ഇല്ല. എന്തുകൊണ്ടാണ്? മസില് സ്റ്റിഫാവേണം. ലാക്റ്റിക് ആസിഡൊക്കെ ഫോം ചെയ്തിട്ട് മസിൽ സ്റ്റിഫാവേണം. അതേപോലെ കണ്ണിന്റെ മസിലുകൾ എപ്പോഴും ചലിക്കണം. ചലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റിഫാവും. സ്റ്റിഫായില്ലെങ്കിൽ എന്ത് പറ്റും? കാഴ്ചയിലുണ്ടാവും. മനസ്സിലായോ? കണ്ണട വെക്കേണ്ടി അത് സ്ഥിരം ഈ സാധനം വെച്ചുകൊണ്ടിരുന്നത് നിങ്ങളെ അന്ധതയിലേക്ക് നയിക്കും. രണ്ട് കുറേ തെറ്റായ സാധനങ്ങൾ അത് കണ്ട് തെറ്റായ സ്വഭാവം കൊണ്ടുപോയി അതിന് അഡിക്ഷൻ പറയും. അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, സിനിമ അഡിക്ഷൻ അതൊരു കാരണമായി മാറും. അതോട് നിങ്ങളെ ജീവിതം മക്കളെ രക്ഷപ്പെടാൻ കോടാനോട് വഴികൾ രക്ഷപ്പെടാൻ നല്ല മനുഷ്യർക്ക് ജീവിക്കാൻ തിരയുക. ഞങ്ങളെല്ലാവരും കൂടിയുണ്ട് അല്ലെ? ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അയൽവക്കക്കാരെയും മുതിർന്നവരെയും എല്ലാവരും അച്ഛനെയും അമ്മയെയും കൂട്ടുകാരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യരായിട്ട് മാറും. നമ്മുടെ ആഗ്രഹമാണ്. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ല മനുഷ്യ സ്നേഹമുള്ളവരായിട്ട് മാറണം, കരുണയുള്ളവരായിട്ട് മാറണം. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ, കുറവ് സംഭവിക്കുമ്പോൾ ചിരിക്കുന്നവരായിട്ടല്ല മാറുന്നത്. അവരുടെ കൂടെ നിന്നും അവരെ സമാധാനിപ്പിക്കുന്ന, അവർക്ക് കൈത്താങ്ങ് കൊടുക്കുന്നവരായിട്ട് മാറണം. അതാണ് ഏറ്റവും മികവുള്ള മനുഷ്യൻ. അല്ലാതെ വലിയ സമ്പാദ്യമുള്ള, വലിയ ജോലിയുള്ള അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നല്ല മനുഷ്യരായിട്ട് മാറാനായിട്ട് ഇന്ന് നടക്കുന്ന ഈ ക്യാമ്പ് നിങ്ങളെ സഹായിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മിടുക്കരായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാവർക്കും മിടുക്കരായിട്ട് മാറുന്നത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ സഹായങ്ങളും നിങ്ങളുടെ വിജയങ്ങൾക്കുണ്ടാകുന്നത് ഉറപ്പ് വന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുമ്പോൾ അങ്ങനെ ഒരു മഴ ദിവസമാണെങ്കിൽ നമ്മൾ മഴയെ കാത്തിരിച്ചായിരുന്നു. മഴ വരുന്നത് സന്തോഷമാണ്. ഇന്ന് അതിൻ്റെ പേരിൽ തന്നെ പല കൂട്ടുകാർക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒന്ന് തന്നാൽ ഈ കുടുംബത്തിലുള്ള അന്തരീക്ഷത്തിൽ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് ബാലവേദിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഭാരതത്തിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നാളെ ഈ നാടിനെ നയിക്കേണ്ട ആളുകളാണ്. വെറുതെ കുട്ടികളല്ല, ഈ നാടിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ വിദ്യാർത്ഥിയില്ല. നമ്മുടെ വിദ്യാർത്ഥികളാണ് ആദ്യത്തെ ആരുടെ വിദ്യാർത്ഥി എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥിയില്ല. നമ്മളെപ്പോലുള്ള ആളുകളാണ് വലിയ നഷ്ടങ്ങളായി തീരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, APJ അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകൾ, KR നാരായണനെ പോലുള്ള ആളുകൾ ഒക്കെ വളർന്നു വന്നത് ഇതേപോലുള്ള അന്തരീക്ഷത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഈ വൈപ്പിൻ ഗ്രൂപ്പിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. വൈപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ദ്വീപാണ് നമ്മുടെ ഈ വൈപ്പിൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ നിരവധി മഹാരഥന്മാരായ ആളുകൾ, നിരവധി കലാകാരന്മാർ, നിരവധി സാഹിത്യകാരന്മാർ, നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒക്കെ ജനിച്ച മണ്ണാണ്. അപ്പോൾ ആ പാരമ്പര്യം വീണ്ടെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. ഈ നാടിന് വലിയ ചരിത്രമൊന്നുമില്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രമൊന്നും പറയാനില്ല. അപ്പം അപ്പുറത്ത്
മുനമ്പം അഴിമുഖം. ആ അഴിമുഖവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാചീന ചരിത്രമുണ്ട്. ആ വഴിക്കാണ് വിദേശികളുടെ കപ്പലുകളെല്ലാം കടന്നു പോകുന്നത്. പോർച്ചുഗീസുകാരുടെയും സ്പെയിൻകാരുടെയും ഇറ്റലിക്കാരുടെയും എല്ലാം കപ്പലുകളെല്ലാം കടന്നു പോകുന്നത് ആ മുനമ്പം അഴിമുഖത്തിലായിരുന്നു. അതിന് വലിയ ചരിത്രമുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ ചരിത്രമില്ല. അതെന്താണ് കാര്യം? ഇത് ഉണ്ടായിട്ട് അധികം കാലമായിട്ടില്ല. നമ്മുടെ ഈ നാട് ഈ വൈദ്യുതി ഉണ്ടായിട്ട് അധികം കാലമായില്ല. എന്താണെന്ന് ഈ ഇരിക്കുന്ന കൂട്ടുകാരുടെ ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ഈ നാട് ഈ വൈദ്യുതി രൂപം എന്താണ് ഉണ്ടായിരുന്നത് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ ജീവിക്കുന്ന ഒരു നാട്, ഈ നാട് എന്ന് എങ്ങനെ ഉണ്ടായി ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? ആർക്കറിയാം? പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അറിയില്ല. അപ്പൊ ഈ ഭാരതത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരിലൊക്കെ മനസ്സിലാക്കണം. നമ്മൾ വലിയ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ പോരാ, നമ്മുടെ നാടിന്റെയും വീടിന്റെയും ചരിത്രമൊക്കെ അറിയണം. ഇത് വളരെ കാലമായില്ല. 1341 ഇപ്പൊ നമുക്കറിയാം 2024. ഈ നാടുണ്ടായത് 1341. വെറുതെ ഉണ്ടായതല്ല, വെറുതെ ഒരു നാടുണ്ടാകുകയില്ല. അന്ന് അതിഭീകരമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് പല നാടുകളും ഇല്ലാതായി. അന്ന് ഒരു വാട്സപ്പുമില്ല, ഒരു ഫോണുമില്ല, ഒന്നുമില്ല. എത്ര ആളുകൾ എവിടെയൊക്കെ മരിച്ചെന്ന് ഒരു കണക്കും കിട്ടാത്ത കാലം. ആ കാലത്താണ് ഈ ഇതുണ്ടായത്. 1341 വലിയ പ്രളയം. വലിയ പ്രളയം. നമ്മൾ കണ്ടത് ചെറിയ പ്രളയമാണ്. നമ്മുടെ വിചാരം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രളയമെന്നാണ്. അതൊരു ചെറിയ പ്രളയമാണ്. നമ്മുടെ ഈ അടുത്ത് നമ്മുടെ 2017 പ്രളയം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. പക്ഷേ ഇത് അനേകായിരം ആളുകൾ മുങ്ങി മരിച്ചിട്ടുണ്ടാവും. കൃത്യമായ ഒരു കണക്കുമില്ല. മൂന്നാറിൽ റെയിൽപാതയുണ്ടായിരുന്ന ആ കാലത്ത് മൂന്നാറിൽ സായിപ്പന്മാർ വന്ന് താമസിച്ച് അവരുടെ തേയിലയും മറ്റ് ഉൽപ്പന്നങ്ങളെല്ലാം പല സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി മൂന്നാറിൽ റെയിൽപാത ഉണ്ടായിരുന്നു. ആ റെയിൽപാതയൊക്കെ ഈ പ്രളയത്തിൽ ഒഴിച്ചുപോയി. അന്ന് നടന്ന പ്രളയത്തിൽ ഒഴിച്ചുപോയി. മുസ്ലിം അഴിമുഖത്തിനെ പറ്റി അനേകം കപ്പലുകൾ, വിദേശ കപ്പലുകളെല്ലാം വന്ന് ചേർന്നിരുന്ന ആ തുറമുഖത്തിന് എന്താണ് പറ്റിയത്? നാശോന്മുഖമായി പോയി. അന്ന് പറഞ്ഞിരുന്നത് അതിന്റെ പേരെന്താണെന്ന് അറിയാമോ? മുസ്ലിം തുറമുഖം എന്നാണ്. മുസ്ലിം തുറമുഖം. ആ മുസ്ലിം തുറമുഖത്തുകൂടി എത്രയോ വലിയ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും നോർവേക്കാരും എല്ലാം കടന്നു വന്ന് ഇവിടുന്ന് പലവ്യഞ്ജന സാധനങ്ങളെല്ലാം വാങ്ങി കടത്തിക്കൊണ്ടു പോയിരുന്നതാണ്. നമ്മുടെ ലോകസുന്ദരിയായിട്ടുള്ള ക്ലിയോപാട്ര, മാസിഡോണിയൻ സുന്ദരിയായിരുന്ന ക്ലിയോപാട്രയുടെ കിരീടത്തിൽ ചാർത്താനുള്ള ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഏറ്റവും മനോഹരമായ മുത്ത്, കിരീടത്തിൽ വയ്ക്കാനുള്ള മുത്ത്, വിലമതിക്കാനാവാത്ത മുത്ത് കൊണ്ടുപോയത് ഇവിടെ നിന്നാണ്. ഈ മുസ്ലിംസിൽ നിന്നാണ് അത് കൊണ്ടുപോയത്. ലോകത്തിലേക്ക് കിട്ടാത്ത മുത്ത് ഇവിടെ കിട്ടി ഈ മുസ്ലിംസ്. അങ്ങനെ വളരെ വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഈ മുസ്ലിംസ്. അപ്പൊ അന്നൊന്നും ആ കപ്പലുകൾ വരുമ്പോഴും മുസ്ലിംസ് പ്രസിദ്ധി ആർജിച്ചിരുന്ന കാലത്തൊന്നും നമ്മുടെ നാടില്ല. അന്നത്തെ പ്രളയത്തിൽ നമ്മുടെ നാടുണ്ടായി എന്ന് മാത്രമല്ല, അപ്പുറം ഇവിടുത്തെ വഴി അടഞ്ഞുപോയി, അപ്പുറം വഴി തുറന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന അവിടുത്തെ ഇതിൻ്റെ അഴിമുഖമില്ലേ, കൊച്ചി അഴിമുഖം അന്നുണ്ടായതാണ്. മാത്രമല്ല ഇങ്ങനെ വാലുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ടായി. പല നാടുകളില്ലാതായി, പല വീടുകളില്ലാതായി, അനേകം മനുഷ്യരില്ലാതായി. ആ കൂട്ടത്തിൽ വാല് പോലെയുള്ള ഒരു പ്രദേശത്തിന് നാം വെള്ളമൊക്കെ ഒഴിച്ചു തീർന്നപ്പോൾ ഉണ്ടായി. അവിടെ കള്ളിക്കുളിച്ചെടികളും വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളെല്ലാം തഴച്ചു വളർന്നു. അങ്ങനെ തഴച്ചു വളർന്ന് ഒരു കാട് പോലെ ഇങ്ങനെ കിടന്നപ്പോൾ കടൽ കള്ളന്മാര് ഒളിച്ചിരിക്കാൻ താവളമാക്കിയത് ഈ നാടിനെയായിരുന്നു. അത് നാടായിട്ടില്ല, ഒരു സ്ഥലം, ഒരു ചതുപ്പ് പ്രദേശം. ആ ചതുപ്പ് പ്രദേശത്ത് താവളം
കപ്പലുകളൊക്കെ കൊള്ളയടിക്കുന്ന കള്ളന്മാർ, വലിയ കൊള്ളക്കാർ വന്ന് അവർ തട്ടിയെടുക്കുന്ന സാധനങ്ങളുമായി ഒളിച്ചിരുന്നത് ഇവിടെയാണ്. പിന്നെ വളരെ കാലം കഴിഞ്ഞാണ് പല പ്രദേശങ്ങളിൽ നിന്നൊക്കെ മനുഷ്യർ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉണ്ടായ നാടാണ് നമ്മുടെ വൈപ്പിൻ ദ്വീപ്. അതാണ് പ്രത്യേകത. 1341 ഒരിക്കലും മറക്കരുത്. നിങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. 1341 ഒന്ന് പറഞ്ഞ എല്ലാവരും ഉത്സാഹമായിട്ട് പറഞ്ഞേ. എന്റെ വീരന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നാട് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ പറയണ്ടേ? നെഞ്ചു വീതിച്ച് പറയണം. 1341 ഞങ്ങളുടെ നാടുണ്ടായതെന്ന് അറിയണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഈ നാട് വളരെ പെട്ടെന്ന് തന്നെ മിക്കവാറും ഈ ഭാഗമൊക്കെ പുരോഗതി പ്രാപിച്ചത് വിദേശികളുടെ വരവോടുകൂടിയാണ്. പോർട്ടുഗീസുകാരൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ താമസിച്ചു. പല രാജ്യക്കാർ, ഡച്ചുകാർ വന്നു, പോർച്ചുഗൽക്കാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, എല്ലാവരും വന്ന സ്ഥലമാണ് ഈ മുലപ്പം പള്ളിപ്പുറം പ്രദേശത്തുണ്ട്. അതുപോലെ ഞാറക്കൽ പ്രദേശത്തുണ്ട്. അന്ന് മുതലേ ആളുകൾ എത്തിച്ചത്. അപ്പൊ ഇവിടെ വന്നിട്ട് അവരെന്താണ് ചെയ്തത്? അവിടുത്തെ രാജാക്കന്മാരൊക്കെ കണ്ട് ചില അനുവാദമൊക്കെ വാങ്ങിയിട്ട് അവിടെ കോട്ട കിട്ടി. നമ്മുടെ പള്ളിപ്പുറത്ത് കോട്ടയുള്ളതല്ല മണ്ഡലങ്ങൾക്ക് എന്തെങ്കിലും പിടിച്ചിരിക്കുന്ന പള്ളിപ്പുറത്തൊരു കോട്ടയുള്ളതറിയാമോ? ഇന്ത്യയിൽ ഇപ്പോ വിദേശ ശക്തികൾ കെട്ടിയുണ്ടാക്കിയ കോട്ടകളിൽ അവശേഷിക്കുന്ന 1-2 കോട്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പള്ളിപ്പുറം കോട്ടയാണ്. ബാക്കിയെല്ലാം നാശോന്മുഖമായി പോയി. ഇപ്പൊ കോട്ടപ്പുറം കോട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ച് മണ്ണടിഞ്ഞു പോകും. പക്ഷെ ഈ കോട്ട എപ്പോഴും ഉണ്ട്. അതെന്താണ് കെട്ടിയതെന്ന് അറിയാമോ? നമ്മുടെ നാടുണ്ടായത് 1341 ഇവിടെ കോട്ട കെട്ടിയതെന്നാണ് ആർക്കെങ്കിലും അറിയാമോ? കോട്ട കണ്ടിട്ടുണ്ടോ നിങ്ങള്? വിദേശികൾ കെട്ടിയുണ്ടാക്കിയ, പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കോട്ട നമ്മുടെ നാട്ടിലുണ്ട്, വൈപ്പിൻകരയിലുണ്ട്. ആ കോട്ട നമ്മൾ അറിയണമല്ലോ. അത് ആരുണ്ടാക്കി, എന്തുണ്ടാക്കിയെന്ന് അറിയണം. 1503 ആ കോട്ടയുടെ പണി തീർന്നത്. ജാസ്പർ കോറിയ എന്നൊരാളാണ് ആ കോട്ടയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. ജാസ്പർ കോറിയ. അങ്ങനെ പോർച്ചുഗീസുകാർ വന്നു. ആ കോട്ടയുടെ പണിയൊക്കെ കണ്ടറിയാം. ശത്രുക്കൾ വന്നാൽ ഒളിത്താവളമാക്കി അവിടെ ഇരുന്ന് ഉപയോഗിച്ച് അവരെല്ലാം പ്രതിരോധിക്കാൻ പറ്റിയ വിധത്തിലാണ് ആ കോട്ട ഉണ്ടാക്കിയത്. അന്ന് മുതൽ ഈ നാടൊക്കെ പ്രസിദ്ധമായിരുന്നു. അതിനുശേഷമാണ് പള്ളിപ്പുറം പള്ളിയുണ്ടായി. അതിനെപ്പുറം ഒരു കോൺവെന്റ് ഉണ്ട് ഇപ്പോൾ. ആ കോൺവെന്റ് യഥാർത്ഥത്തിൽ ഒരു വൈദിക കോളേജായിരുന്നു, വൈദിക കോളേജ്. ആ വൈദിക കോളേജ് ഡച്ചുകാർ വന്നപ്പോൾ ആ വൈദിക കോളേജിൽ അടിച്ചു തകർത്ത് വൈദിക വിദ്യാർത്ഥികളെ അടിച്ചോടിച്ച് അവരൊക്കെ ചേർന്നമംഗലത്തേക്ക് പോകും. ഇവിടെ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കുഷ്ഠരോഗ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ അവിടെ ഒരു കോൺവെന്റ്, ലിറ്റിൽ ഫോർ കോൺവെന്റ് നടക്കുകയാണ്. അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നാടാണ് ഈ നാട്ടിൽ. ഓരോ മുക്കിലും മൂലയിലും വലിയ ആളുകൾ ജനിച്ചു. ഈ നാട്ടിൽ ജനിച്ച, ഈ വൈപ്പിൻകരയിൽ ജനിച്ച വലിയ ആളുകളുടെ പേര് നിങ്ങൾക്കൊന്ന് പറയാമോ? ആരൊക്കെയാണ് ഈ നാട്ടിൽ ജനിച്ച വലിയ ആളുകൾ? വലിയ ആളുകളുടെ നാടാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരുന്നു. ആരാണെന്ന് നമ്മൾ അറിയണ്ടേ? ആർക്കൊക്കെ അറിയാം, പറയാൻ കഴിയും. ഓരോരുത്തരുടെ പേര് ഈ നാട്ടിൽ, ഈ വൈപ്പിൻകരയിൽ ജനിച്ച വലിയ അറിയപ്പെടുന്ന ഓരോ ആളുകളുടെ പേര് പറയുന്നു. ഈ പാരമ്പര്യ കുറിച്ച് മറ്റ് സ്വഭാവമൊന്നുമല്ല. ചാടി പറയാൻ പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം. ഒരാളെ അറിയില്ല നിങ്ങൾക്ക്. എഴുതി പറയും പോലെ സഹോദരനായിട്ടെ അല്ലേ? എവിടെയാണ് അദ്ദേഹത്തിന്റെ നാട്? ചെറായി. അദ്ദേഹം ജനിച്ചു വളർന്ന വീട് അതേപടി തന്നെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ SM ഹൈസ്കൂളില്ല, അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് SM ഹൈസ്കൂളിൽ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ പഠിച്ചത് ഹൈസ്കൂളിലാണ്, പക്ഷെ അന്ന് ആ പേരില്ല. ഞാൻ പഠിച്ചത് ആ വിദ്യാലയത്തിലാണ്, പക്ഷെ അന്ന് ആ വിദ്യാലയത്തിന്
അന്ന് ആ പേരില്ല. അന്ന് എന്തായാലും അറിയാമോ പേര്? ആ സ്കൂളിന്റെ പേര് വി സഭ ഹൈസ്കൂൾ. വി സഭ ഹൈസ്കൂൾ, വിജ്ഞാനവർദ്ധിനി സഭ ഹൈസ്കൂൾ എന്നായിരുന്നു അതിന്റെ പേര്. അത് കഴിഞ്ഞാണ് അത് മാറിയത്. സഹോദരൻ അയ്യപ്പൻ നമ്മുടെ നാടിൽ നിന്ന് ഓർമ്മിക്കേണ്ട ഒരാളായതുകൊണ്ട് ആ സ്കൂളിന് ആ പേര് നൽകിയതാണ്. അപ്പൊ അദ്ദേഹം ജനിച്ചു വളർന്ന വീട് ഈ ചെറായില് ആ സഹോദരൻ നമ്മുടെ സ്കൂളിന്റെ കൊണ്ട് കിഴക്ക് വശത്തായിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്. വേറെ ആരുടെ കീഴിലല്ല, നമ്മുടെ സർക്കാരിന്റെ തന്നെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് അത് പ്രവർത്തിപ്പിക്കാൻ സർക്കാർ തന്നെ ഒരു കമ്മിറ്റി കൊണ്ടായിട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് നടക്കുകയാണ്. ഈ 30-ാം തീയതി അവിടെ വലിയൊരു പരിപാടി നടക്കും. ഈ 30-ാം തീയതി എന്താണ് ഈ 30-ാം തീയതിയുടെ പ്രത്യേകത എന്നറിയാമോ? മെയ് 30 വരുന്നത്. മെയ് 30 പ്രത്യേകത എന്താണെന്നറിയാമോ? സഹോദര അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ തീയതിയാണ്. കേരളം എന്നും ഓർക്കുന്ന ഒരു തീയതിയാണ്. നമ്മൾ മാത്രമല്ല, ചെറായിക്കാർ മാത്രമല്ല, വൈപ്പിങ്കര മാത്രമല്ല, കേരളം എമ്പാടുമുള്ള ആളുകൾ ഓർക്കുന്ന ഒരു ദിവസമാണ് അത്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയാമോ? ആർക്കെങ്കിലും പറഞ്ഞു? മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മിശ്രമായിട്ടിരുന്ന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നതിൻ്റെ അർത്ഥം. ആ മിശ്രഭോജനം നടന്നത് ശരിക്കും 29, 30 ഇങ്ങനെ മാറി വരാറുണ്ട്. മലയാള തീയതിയാണ്. അപ്പോൾ ആ മെയ് 30 എവിടെയാണ് ഈ സംഭവം നടന്നത്? മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതും മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പൊ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കല്ലേ? നമ്മളെല്ലാവരും വിദഗ്ധന്മാരായിട്ട് ജയദേവ സാറുണ്ട് അല്ലേ? ജയദേവ സാറ് ഗൗഡസാരസ്വത സമുദായത്തിൽപ്പെട്ട ആളാണ്. ഗൗഡസാരസ്വത സമുദായത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ആളുകളെന്നും സഹോദരൻ അയ്യപ്പൻ ഈ മിശ്രഭോജനം നടത്തുന്നതിന് മുമ്പ് അതേപോലുള്ള ആളുകളൊന്നും നമ്മുടെ കൂടെ ഇരിക്കില്ല, ഇരുന്നിട്ടില്ല. വഴിമാറി നടക്കും. നമ്മളെ കാണുമ്പോൾ വഴിമാറി നടക്കുന്ന കൂട്ടരാണിപ്പോ നമ്മളോട് ഒപ്പിരിക്കും. അതാണ് മാറ്റം. 100 കൊല്ലം കൊണ്ടുണ്ടായ 100 കൊല്ലം കഴിഞ്ഞപ്പോഴുണ്ടായ ഈ നാട്ടിലുണ്ടായ വലിയ മാറ്റം അതാണ്. ആ മാറ്റത്തിന് തിരികൊളുത്തിയത് നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ വൈപ്പിങ്കരക്കാരൻ, ചെറായിക്കാരൻ, സഹോദരൻ അയ്യപ്പൻ. നിസ്സാരനായിരുന്നില്ല, വലിയ ആളായിരുന്നു. അത് എന്താണ് ചെയ്തത്? അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കിടക്ക് പോയി കാണുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വത്സല ശിഷ്യന്മാരുടെ ആളായിരുന്നു. അപ്പൊ ഗുരു ഇടക്ക് നല്ല കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് ഈ ജാതിയുടെ പേരിൽ ആളുകളെല്ലാം ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത് മര്യാദകേടാണല്ലോ അയ്യപ്പ. അവരും മനുഷ്യരല്ലേ, അവരും ദൈവസൃഷ്ടിയല്ലേ, അല്ലെങ്കിൽ പ്രകൃതിയിൽ ജനിച്ചവരല്ലേ? അവരൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നതാണ്. നമ്മളെപ്പോലുള്ള മൂക്കും, നമ്മളെപ്പോലുള്ള കണ്ണും, നമ്മളെപ്പോലുള്ള വായും എല്ലാവർക്കുണ്ടല്ലോ. അവർക്ക് ബുദ്ധിയുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ മാത്രം അവരെ അകറ്റി നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ അയ്യപ്പനോട് ചോദിച്ചു. അപ്പൊ അയ്യപ്പന് തോന്നി, ശരിയാണ് ഗുരു പറയുന്നത്. ജാതിയുടെ പേരിൽ മനുഷ്യനെ നമ്മൾ അകറ്റി നിർത്തേണ്ടതില്ല, അവരെ ഒരുമിപ്പിക്കണം. എളുപ്പമുള്ള കാലമല്ല. അങ്ങനെ ചിന്തിക്കാനോ പറയാനോ കഴിയാതെ ഒരു കാലത്ത് അയ്യപ്പൻ അതൊക്കെ കേട്ടിട്ട് വന്നിട്ട് നമ്മുടെ ഈ പടിഞ്ഞാറ് കുറച്ചപ്പുറമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് പള്ളിപ്പുറത്ത് ചാലിശ്ശേരി ചെറായിലല്ല. അദ്ദേഹം ജനിച്ചത് ചെറായിലാണ്. പക്ഷേ ഈ തുങ്കിടപ്പുറം എന്നത് അന്ന് പള്ളിപ്പുറത്താണ്. പള്ളിപ്പുറത്തിന്റെ ഭാഗം ജനതാ വായനശാലയുടെ കൊട്ടാണ്. ഇപ്പൊ അവിടെ ഒരു സ്മാരകം വരാൻ പോകുന്നുണ്ട്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകം സർക്കാരിന്റെ പണമൊക്കെ വരുന്നതുകൊണ്ടാണ് ആ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് പെട്ടെന്ന് നടക്കാത്തത്. അതിനുള്ള സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു നല്ല പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു സ്തൂപം ഒക്കെ പണിയാൻ അതിന്റെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കയ്യിലേക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നടന്ന് എന്താണെന്ന് അറിയാമോ?
അയ്യപ്പൻ ഗുരുദേവനൊക്കെ കണ്ട് ഈ ജാതിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് വന്നു. ആളുകളോട് പറഞ്ഞപ്പോ ആളുകളെല്ലാം അയ്യപ്പനെ പുച്ഛിച്ചു. ഇവിടെ പുലിയന്റെ വഴി നോക്കട്ടെ, കണക്കന്റെ വഴി നോക്കട്ടെ, അരേന്റെ വഴി നോക്കട്ടെ, ക്രിസ്ത്യാനി മാപ്പിള അവരുടെ വഴി നോക്കട്ടെ, മേത്തൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ പറഞ്ഞിരുന്ന അങ്ങനെയാണോ, മേത്തന്റെ വഴി നോക്കട്ടെ, നമുക്ക് അവരൊന്നും അടുപ്പിക്കണ്ട എന്ന് ആണ് കൂടുതൽ പേര് പറഞ്ഞു. അങ്ങനെയല്ല. ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവവും മനുഷ്യൻ. ആ ചിന്തയിലേക്ക് നമ്മൾ വരും. നമ്മളെല്ലാം മനുഷ്യജാതി, മനുഷ്യരാണ്. അടയനും കണക്കനും വേണ്ടുവനും പുലയനും ഒക്കെ ആയിട്ട് കഴിയേണ്ടവരല്ല. നമ്മളെല്ലാം മനുഷ്യരായിട്ട് കഴിയേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണം. അവരോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പരിപാടി ഒരുക്കി. കല്ലച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് ആ വാക്കൊന്നും മനസ്സിലാകില്ല. അടിച്ചുണ്ടാക്കിയോട് ചെറിയ നോട്ടീസ് ഒക്കെ തയ്യാറാക്കി നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി നോട്ടീസൊക്കെ വിതരണം ചെയ്തു. ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നു. പുലയനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ജാതിക്കെതിരായ ഒരു പ്രതിജ്ഞ എടുക്കാൻ പോകുന്നു. പ്രതിജ്ഞ ചൊല്ലാൻ പോവുകയാണ്. താല്പര്യമുള്ള എല്ലാവരും കൂടണം. ജാതി രാക്ഷസിനെ നമുക്കൊന്ന് പറപ്പിച്ച് കളയണം എന്നാണ് അദ്ദേഹം അവരോടൊക്കെ പറഞ്ഞത്. കുറെ പേര് അനുകൂലിച്ചു, കുറെ പേര്, എല്ലാവരും കുറച്ച് പേര് അനുകൂലിച്ചു. കൂടുതൽ പേര് അതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് അകന്നു പോകും. സഹോദരൻ എന്ത് ചെയ്തു? അവിടെ വന്ന ആളുകളെല്ലാം കൂടി പല പ്രദേശത്തു നിന്ന് ആളുകൾ വന്നിരുന്നു. 10-100 ആളുകൾ അവിടെ കൂടി. അവർ നോട്ടീസൊക്കെ കിട്ടിയിട്ട് എൻ്റെ താല്പര്യമുള്ള ആളുകൾ കുറേ പേരാണ് വന്നത്. അവിടെ വന്നിട്ട് സഹോദരനെ പ്രസംഗിച്ചു. വേറെ ചില ആളുകളുണ്ടായിരുന്നു, അവരൊക്കെ പ്രസംഗിച്ചു. കൺകുമാരൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ആളുണ്ടായിരുന്നു, അവരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ് പറഞ്ഞു നമ്മുടെ പ്രസംഗവും പ്രതിജ്ഞയും ഒക്കെ കഴിഞ്ഞു. പ്രതിജ്ഞ, ജാതി രാക്ഷസനെ ഇവിടുന്ന് നമുക്ക് കാട്ടി ഓടിക്കണം എന്നുള്ള പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നമ്മൾ പ്രവൃത്തിയിലേക്ക് കിടക്കുകയാണ്. കോവിലകത്തിൻ കടവിൽ നിന്ന് നമ്മുടെ അതിഥിയായി ഒരാൾ, അയാളുടെ മകൻ എത്തിയിട്ടുണ്ട്. ഓരാശ്ശേരി അയ്യന് പൊടിയനും മകൻ കണ്ണനും നമ്മുടെ അതിഥിയായി എത്തിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, അവരെ ക്ഷണിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവർ പറയുന്നതിന് അവിടെ താഴെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ വിളിച്ച് ഒരു വലിയ സ്റ്റേജൊന്നും കിട്ടിയില്ല, പന്തലൊന്നുമില്ല, ഒന്നുമില്ല. വെറുതെ അവിടെ എല്ലാവരും കൂടിയിരുന്നു. അവരോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ 10-200 പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അവർ കൂടുതൽ പേര് പോയി. 10-28 പേര് മാത്രം ഇവിടെ അവശേഷിച്ചു. ബാക്കി ആളുകളെല്ലാം പറഞ്ഞു കളഞ്ഞു. പുലയനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അവരെല്ലാം ആ പ്രദേശം വിട്ടിട്ട് പോയില്ല. ആ കുട്ടിക്കാരുടെ അടുത്തൊക്കെ ചെന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒളിച്ചു നിന്ന് നോക്കി. പുലയനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി അങ്ങനെ കഴിച്ചാൽ അവനെതിരെ മുദ്രാവാക്യം വിളിക്കണം, കഴിയുമെങ്കിൽ അവനെ കൈവെക്കണം, കഴിയുമെങ്കിൽ അവന്റെ തലയിലേക്ക് പുളിയുറുമ്പിൻ കൂടെ എറിയണം, കഴിയുമെങ്കിൽ അവര് തിരിച്ചു പോകുന്ന വഴി എരിഞ്ഞിൽ കൊണ്ട് നിരത്തണം എന്നൊക്കെ വിചാരിച്ച് അവരെല്ലാം പ്ലാൻ തയ്യാറാക്കിയിട്ട് പോയി. ഇവിടെ കൂടിയിരുന്ന 10-22 പേര് സഹോദരന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് എന്താണ് ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചോറുണ്ടായിരുന്നു. കഞ്ഞിയിൽ നിന്ന് ഊറ്റിയെടുത്ത് കുറച്ച് ചോറുണ്ടാക്കി, കുറച്ച് ചക്കക്കുരും കടലയും ചേർത്ത് ചെറിയ ഒരു മെഴുക്കുരുട്ട് പോലെ ഉണ്ടാക്കി. ഇത്രയുള്ള
ആ കറി ചക്കക്കുരുവും കടലയും ഇട്ടുണ്ടാക്കിയ ഉണത്തും കുറേശ്ശെ ഇലച്ചീന്തുകൾ, ഇലക്കഷ്ണം, നമ്മുടെ വാഴയിലയുടെ കഷ്ണം. അത് ഇല്ലൊന്നുമില്ല, സത്യങ്ങളെത്തുന്ന പോലെ നമുക്ക് പായസം പപ്പടപ്പോൾ പായസമൊക്കെ വിളമ്പുന്ന രീതിയിലൊന്നുമില്ല. ആ ഇലച്ചീന്തുകളിൽ അവർ ആ പുലയിൽ എടുത്തു കൊടുത്തു. അതാണ് പ്രത്യേകത. പുലയിൽ എടുത്തു കൊടുത്ത ഭക്ഷണം തമ്മിൽ പങ്കുവെച്ച് കഴിച്ചു. തമ്മിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തമ്മിൽ പങ്കുവെച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് ഒളിച്ചിരുന്നിരുന്ന ആളുകൾ മുദ്രാവാക്യം മുടക്കി. ഇതാണ് മുദ്രാവാക്യം: പുലയനയ്യപ്പൻ തുലയട്ടെ, പുലയനയ്യപ്പൻ തുലയട്ടെ. പുലയനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചവൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവനും ഇനിമേൽ പുലയനാണ്. പുലയനയ്യപ്പൻ തുലയട്ടെ എന്ന മുദ്രാവാക്യം അവിടെ മാത്രമല്ല, അവിടുന്ന് പുറത്ത് കിടന്നപ്പോ അനേകം എതിർപ്പിക്കൂടുകൾ, പുലിയുറപ്പിന്റെ കൂട് പറിച്ച് തലയിലേക്ക് എതിരി ചൊറിഞ്ഞനം പറിച്ച് അവിടെ എല്ലാം അവർ പോകുന്ന വഴിയിലെല്ലാം നിരത്തി ദേഹമൊക്കെ ചൊറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള അതിക്രമങ്ങളെല്ലാം ചെയ്തു. അതെല്ലാം സഹിച്ചു. അത് മാത്രമല്ല, ഇവരുടെ ഇതിൽ പങ്കെടുത്ത ആളുകളുടെ തുണിയൊന്നും അലക്കി കൊടുക്കാൻ പാടില്ല. ആരാണെന്ന് അലക്കുന്ന ആളുകൾ വെളുത്തേടന്മാരെന്ന് പറയും. അലക്കുകാർ അലക്കി കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സന്തക്കാർ അലക്കി കൊടുത്ത് ഇസ്തിരിയിട്ട് ജീവിക്കുന്ന അവരാണ് വെളുത്തേടന്മാരെന്ന് പറഞ്ഞു. വെളുത്തേടന്മാരോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അടുത്ത 12 കൊല്ലക്കാലത്തേക്ക് ഇവരുടെ വസ്ത്രങ്ങളൊന്നും അലക്കി കൊടുക്കാൻ പാടില്ല. മാത്രമല്ല, അതിനൊപ്പം വേറെ ശിക്ഷയും കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ വസ്ത്രം അലക്കി കൊടുക്കാൻ പാടില്ല, ഇവരോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, പെട്ടെന്ന് വസ്ത്രം തല മുറിച്ചു കൊടുക്കാൻ പാടില്ല. ക്ഷൗരം ചെയ്ത് കൊടുക്കട്ടെ, താടി പഠിക്കണം. ഇപ്പൊ താടി പഠിക്കുന്നത് ഇപ്പൊ നമ്മള് ഷേവിങ്സൊക്കെ ഉപയോഗിച്ച് പറ്റാട്ടോ കടകളുണ്ട്, ചെറിയ ചെറിയ കൊച്ചു കടകളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ താടി പഠിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, മുടി വെട്ടി കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ക്ഷൗരക്കാരെന്നാണ് പറയുന്നത്. ബാർബർന്നൊന്നും പറയാൻ തുടങ്ങിയിട്ടില്ല. ക്ഷൗരം ചെയ്ത് കൊടുക്കുന്ന ആളുകൾ അവരോട് എന്ത് പറഞ്ഞെന്നറിയാമോ? 12 വർഷത്തേക്ക് ഈ കഴിവേറികളുടെ, ഈ പൊലയനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച കഴിവേറികളുടെ മുടി വെട്ടിക്കൊടുക്കരുത്, മുടി നിങ്ങൾ വെട്ടിക്കൊടുക്കരുത്, അവരുടെ താടിയും പഠിച്ചു കൊടുക്കരുത്. വിലക്കി. താടി പഠിച്ചു കൊടുക്കാൻ പാടില്ല, മുടി വെട്ടിക്കൊടുക്കാൻ പാടില്ല, വസ്ത്രം അടക്കി കൊടുക്കാൻ പാടില്ല. അവർ പോകുന്ന വഴിയിലൊക്കെ പല വിധത്തിലുള്ള ശല്യങ്ങൾ ചെയ്യും. പക്ഷേ കാലം എല്ലാം മാറ്റി കാലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കാലം ഈ അടുത്ത കാലത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത്. അതേപോലെ ആ കാലത്ത് കാലം ഒന്ന് മറഞ്ഞു വന്നപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവരെ വിലക്കിയ വിജ്ഞാനവർദ്ധന സഭയും അതിൻ്റെ അധികാരികളെല്ലാം ചിന്തിച്ചു, നമ്മൾ എന്തിനാണ് അവരിങ്ങനെ ചെയ്തത്? പുലയനൊരു മനുഷ്യനാണെന്ന് നമുക്കിപ്പോൾ ബോധ്യമായില്ല. ഗുരുദേവനൊക്കെ പറഞ്ഞത് അതല്ലേ? മറ്റ് നവോത്ഥാന നായകന്മാരെല്ലാം പറഞ്ഞത് അതല്ലേ? അതുകൊണ്ട് ഇനിമേൽ നമുക്ക് അതിനോട് സ്പർദ്ധ വേണ്ട. അവസാനം ആ സഹോദരനെ വെളുപ്പിൻകൂട് വലിച്ചെറിഞ്ഞ് തലയിലേക്ക് എറിഞ്ഞ് ചൊറിഞ്ഞനം പറിച്ചെറിഞ്ഞ് അവഹേളിച്ച ആ സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകളെ, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഭൂമാലയിട്ട് സ്വീകരിച്ചു. അതാണ് കാലത്തിന്റെ പ്രത്യേകത. പിന്നീട് അദ്ദേഹം കൊച്ചിയിലെ മന്ത്രിയായി, തിരുക്കൊച്ചിയിലെ മന്ത്രിയായി. അദ്ദേഹമാണ് ഈ സഹോദരൻ അയ്യപ്പനാണ് അന്ന് പല വിഡിത്തം പറഞ്ഞത് എന്നാണ് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ ഒരു വിഡിത്തം എന്താണെന്നറിയാമോ? മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞു, എറണാകുളത്തിന്റെ നടുവിൽ ഒരു റോഡ് വേണം. ആ റോഡിന് അദ്ദേഹം പറഞ്ഞത് 70 ഫീറ്റ് റോഡ്, 70 അടി വിസ്താരമുള്ള ഒരു റോഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ആളുകളെല്ലാം ആ മനുഷ്യനെ കളിയാക്കി. 70 അടി റോഡ് എന്തിനാണ് ഈ എറണാകുളത്ത്? ഒരു കൊച്ചു റോഡ് പോലെ
എന്ന് പറഞ്ഞു. ഇപ്പോൾ പലതിനും തീരാത്ത അത്ര വലിയ റോഡുകളുടെ നിർമ്മാണം നടക്കുന്നില്ലാണ്. പിന്നീട് അതാണ് MG റോഡായിട്ട് വിസ്താരമുള്ള MG റോഡായിട്ട് മാറില്ല. പിന്നെ വേറൊരു വിളിക്കാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? എറണാകുളത്ത് നിന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ എറണാകുളത്ത് നിന്ന് വൈപ്പിൻ ദ്വീപിലേക്ക് വരാൻ, എറണാകുളത്ത് നിന്ന് വൈപ്പിൻ ദ്വീപിലേക്ക് ആളുകൾക്ക് വരാൻ വഞ്ചി പോരാ, ബോട്ട് ഒന്നും വേണ്ട, നമുക്ക് നേരെ പാലം വേണം. എടാ, ഇവനെ പോലെ വലിയ വേറെ ഉണ്ടാകുമ്പോൾ വൈപ്പിലേക്ക് ഇങ്ങനെയാണ്, എറണാകുളത്ത് നിന്ന് വൈപ്പിലേക്ക് ഇങ്ങനെയാണ് പാലം പണിയുന്നത്. എല്ലാവരും പുരുഷി തള്ളി. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം, സഹോദരൻ അയ്യപ്പനൊക്കെ കണ്ട സ്വപ്നം എന്തിനു വലിയ സ്വപ്നമായിരുന്നത് അല്ലേ? എന്തിനു വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. നമ്മുടെ ഈ ചെറായിക്കാരൻ സഹോദരൻ അയ്യപ്പൻ നിങ്ങളെപ്പോലെ ഒക്കെ വളർന്ന് കൊച്ചു പയ്യൻ ചെയ്തതാണ്, വളർന്നു വന്നപ്പോൾ ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ വൈപ്പിൻ പാലമൊക്കെ യാഥാർത്ഥ്യമായി. ഞങ്ങളുടെ ഓർമ്മയിൽ ദേവസ്ഥാനത്തെ എല്ലാ ഓർമ്മയിൽ ഒരിക്കുംപാടത്തിൽ നിന്ന് 3/4 മണിക്കൂർ യാത്ര ചെയ്താലാണ് കോമളകുമാരി, കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞ ബോട്ട് എറണാകുളത്ത് ചെയ്തത്. ആ ബോട്ടിൽ ഇവിടുന്ന് ഒരാൾക്ക് സുഖമില്ലാതെ വന്നാൽ ആ ബോട്ടിൽ കയറ്റി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അയാൾ മരിച്ചിരിക്കും. ഹാർട്ട് പേഷ്യൻ്റാണെങ്കിൽ അയാൾ മരിച്ചിരിക്കും. ഇപ്പം അതിനും മരിച്ചു. അങ്ങനെ എറണാകുളത്തേക്കൊക്കെ എത്താൻ കഴിയാതെ ദുരിതം പേര് പല ആളുകളും മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്ത സഹോദരൻ അയ്യപ്പൻ്റെ പേര് മാത്രമേ മോൻ്റെ പേരെന്താണ് ഭഗവതിയുടെ ഉള്ള ആളല്ലേ? ഭഗവതിയുടെ ചെറായി തന്നെയല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞല്ലോ, അതായത് ആദ്യം സഹോദരൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു. ഇത് കൂടാതെ ഇനി ആരാണ് വേറെ നമ്മുടെ ഈ നാട്ടിൽ, ഞാൻ പറഞ്ഞത് അധികം ആളുകളുണ്ടായെന്ന് പറഞ്ഞല്ലോ, വേറെ ആരുണ്ടായി? ഒരു സഹോദരൻ അയ്യപ്പൻ മാത്രം ഉണ്ടായി. ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഗൗരവം മനസ്സിലായില്ല കുട്ടികൾക്ക്. നിസ്സാര സംഭവമല്ല, കേരള ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ഈ നാട്ടുകാരൻ ചെയ്തതാണ്. വൈപ്പിക്കരക്കാരൻ, ചെറായിക്കാരൻ, സഹോദരൻ ചെയ്ത കാര്യമാണ്. അതേപോലെ വേദാനുണ്ടായി. ആര് പറഞ്ഞു? PK ബാലകൃഷ്ണൻ. ഇയാളുടെ പേര് പറഞ്ഞിട്ട് PK ബാലകൃഷ്ണൻ. ശരി, PK ബാലകൃഷ്ണൻ വലിയൊരാളാണ്. ആര് പറയും ഈ PK ബാലകൃഷ്ണൻ പേര് കേട്ടിട്ടുണ്ടാരെങ്കിലും? PK ബാലകൃഷ്ണൻ നാട്ടുകാരനാണ് ഇവിടെ ഇരിക്കുന്നത്, ജയദേവസാണ്. അത് വലിയ ആളാണ്. രണ്ടാമത്തെ വയലാർ അവാർഡ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഴുത്തച്ഛൻ അവാർഡൊക്കെ ഈ അടുത്ത കാലത്താണ് വന്നത്. അതിനൊക്കെ മുമ്പ് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു അവാർഡായിരുന്നു വയലാർ അവാർഡ്. വയലാർ അവാർഡ് കിട്ടിയിട്ട് ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് അറിയാമോ? ലളിതാംബി അന്തർജനം. ലളിതാംബി അന്തർജനം എഴുതിയ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. രണ്ടാമത്തെ അവാർഡ് വൈപ്പിൻകരയിലേക്ക് കൊണ്ടുവന്നു PK ബാലകൃഷ്ണൻ. PK ബാലകൃഷ്ണൻ സാർ പറഞ്ഞ ഇനി ഞാൻ ഉറങ്ങട്ടെ, അത് എഴുതിയ പുസ്തകമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. എല്ലാവരും പറഞ്ഞ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി ഞാൻ ഉറങ്ങട്ടെ പേര് പറയും. ആരാണ് എഴുതിയത്? PK ബാലകൃഷ്ണൻ, രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ്. അദ്ദേഹം അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ നമ്മളെടുത്ത് വായിക്കണം. നല്ല ചരിത്രകാരനായിരുന്നു, നല്ല നോവലിസ്റ്റായിരുന്നു, നല്ല ഉപന്യാസകാരനായിരുന്നു, നല്ല പഠനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അങ്ങനെ പല വിശേഷപ്പെട്ട ഫ്രൂട്ടോ, പ്രിയപ്പെട്ട ഫ്രൂട്ടോ, ഒരു നായയെ കഥാപാത്രമാക്കി അദ്ദേഹം എഴുതിയ നോവലാണ് ഫ്രൂട്ടോ, പ്രിയപ്പെട്ട ഫ്രൂട്ടോ. ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ പറ്റിയെല്ലാം വളരെ വിവാദങ്ങൾ നടക്കുന്ന കാലമാണ്. അദ്ദേഹം കൃത്യമായി ടിപ്പു സുൽത്താൻ ആരായിരുന്നു
അടയാളപ്പെടുത്തിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുസ്തകം എഴുതി. ശ്രീനാരായണ ഗുരുദേവനെ പറ്റി PK ബാലകൃഷ്ണൻ അസലായിട്ടുള്ള പുസ്തകം എഴുതി. അതിനാണ് വലിയ കേരളത്തിലെ രണ്ടുപേരെയാണ് ധിക്കാരിമാർ. മലയാള സാഹിത്യത്തിലെ ധിക്കാരിമാരായിട്ട് കാണുന്നത് രണ്ടുപേരെയാണ്. ഒന്ന് P. കേശവദേവാണ്, കലാമണ്ഡലത്തുകാരൻ P. കേശവദേവ്. രണ്ടാമത്തെ ധിക്കാരി VK ബാലകൃഷ്ണൻ. VK ബാലകൃഷ്ണൻ നല്ല പത്രപ്രവർത്തകനും കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഈ പ്രസ് ക്ലബിനൊക്കെ കിട്ടിയിരിക്കുന്ന അവർ പേരും അതിൻ്റെ ലൈബ്രറി കിട്ടിയിരിക്കുന്ന PK ബാലകൃഷ്ണന്റെ പേരാണ്. ഇടവലക്കാട് ഇപ്പോൾ PK ബാലകൃഷ്ണൻ ഓർക്കാൻ എന്തോ ലൈബ്രറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലിനുള്ള അടയാളമൊന്നും അവർക്കില്ല. അപ്പോൾ PK ബാലകൃഷ്ണന്റെ രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ്റെ പേര് പറഞ്ഞു, PK ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞു. ഇനി ആരെങ്കിലും വൈപ്പിക്കാൻ പറഞ്ഞോ? അത് നമുക്ക് ചാടി കഴിഞ്ഞിട്ട് പറയുന്നത് മുന്നിക്ക് വേണ്ടേ? ശങ്കരാടി എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശങ്കരാടി എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ശങ്കരാടി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നല്ലൊരു നക്ഷത്രമായി തിളങ്ങിയ ആളാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്നത് പോലുള്ള ഒരു റോള് ഇപ്പോൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നവർ കുറവാണ്. അപ്പോൾ പലതരത്തിലുള്ള വേഷങ്ങളിലൊക്കെയാണ് കൂടുതൽ. അവർ ഭാവാഭിനയത്തിലൂടെ സംഭാഷണത്തിലൂടെയൊക്കെ തനിമ, അവരുടെ അഭിനയത്തിൻ്റെ തനിമ മികവ് പുലർത്തിയ ആളാണ് ശങ്കരാടി. ഈ രാമവർമ്മ സ്കൂളിൽ പഠിച്ച ആളാണ്. രാമവർമ്മ സ്കൂളിൽ പഠിച്ച ആളാണ്. രാമവർമ്മ സ്കൂളിലെ തൊട്ടുകിഴക്കുവശമാണ് അദ്ദേഹത്തിൻ്റെ വീട്. ശങ്കരാടി. അദ്ദേഹത്തിൻ്റെ പേര് വേറെ ചന്ദ്രശേഖര മേനോന്നൊക്കെയാണ്. ശങ്കരാടി സിനിമയിൽ വന്നപ്പോഴും നാടകത്തിൽ വന്നപ്പോഴാണ്. ആദ്യം നല്ല നാടകനടനായിരുന്നു. PJ ആന്റണിയോടൊപ്പം കിടാമംഗല സദാനന്ദനോടൊപ്പം ഒക്കെ നാടകത്തിൽ അഭിനയിച്ചിരുന്ന ആളാണ് ശങ്കരാടി. കോപ്പിൽ വാസിയോടൊപ്പമൊക്കെ നാടകത്തിൽ, അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ഉണ്ടായിരുന്നു. കോപ്പിൽ വാസിയുടെ മൂലധന നാടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്തിരുന്നത് ശങ്കരാടിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ശങ്കരാടി നമ്മുടെ നാട്ടുകാരൻ. പിന്നെ പേര് വേറൊന്നും പറഞ്ഞില്ല നിങ്ങൾ. ഇതേപോലെ നിരവധി പേരുണ്ട്. നിരവധി പേര് മരിച്ച് പോയവർ തന്നെ നിരവധി പേരുണ്ട്. ഇടവലക്കാട് വിൻസെന്റ് എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു. വിൻസെന്റ് സിനിമ എപ്പോൾ കാണാം? പഴയ സിനിമകളൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് വിൻസെന്റിന്റെ അഭിനയം എന്താണെന്ന് കാണാം. മിടുമിടുക്കനായി പ്രേം നസീർ എന്ന ആളാണ് അന്ന്. പ്രേം നസീർ എന്ന നടനാണ് അന്ന് നിത്യഹരിത നായകനായിട്ട് അറിയപ്പെടുന്നത്. നിത്യഹരിത നായകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നല്ല നടനായിരുന്നു നമുക്കറിയാം. ആ നടനെ പിന്നിലാക്കിക്കൊണ്ട് ഉദിച്ചു കയറിയ ആളായിരുന്നു ഇടവലക്കാട് വിൻസെന്റ്, മുക്കത്ത് വിൻസെന്റ്. ആ വിൻസെന്റ് നിരവധി സിനിമകളിൽ അഭിനയിച്ചു. പിന്നീട് പെട്ടെന്ന് ആകസ്മികമായിട്ട് മരിച്ചുപോയി. അതിനെപ്പറ്റി പലരും പല ഒരിക്കലുള്ള അപവാദങ്ങളൊക്കെ പറയാറുണ്ട്. അതിലൊന്നും നമ്മൾ കളയല്ല. പക്ഷെ അങ്ങനെ ഒരു നടൻ ഇടവലക്കാട് ഉണ്ടായിരുന്നു. വേറൊരാളുണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? ഈ ഇളകുന്നപ്പുഴയിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യനെ വഴിയിൽ കൊണ്ട് നടക്കുന്നതാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടമുരുതി പോലീസിന്റെ ചവിട്ടേറ്റ് ചോര ഛർദ്ദിച്ച് മരിച്ച ഒരാൾ വൈപ്പിക്കലാണ്. കേരളത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷി ഈ വൈപ്പിക്കൽക്കാരനാണ്, ഇളങ്ങുന്നപ്പുഴക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് വൈകുന്നതാണ് പറഞ്ഞു. മുതിർന്നവർക്കാർക്കുണ്ടോ? ഞാൻ പെട്ടെന്ന് ആ പേര് പോയി
രാവിലെ എപ്പോഴുള്ള പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബോർഡൊക്കെ ഉണ്ടല്ലോ, ബോർഡ്. സാർ ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നത് അപ്പം അങ്ങനെ നിരവധി ജീവിച്ചു വന്നു. ഞാൻ കുറച്ച് പേരുടെ ഓർമ്മയിലേക്ക് വന്ന പേരുകൾ ആർക്കൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൂടാതെ കോവിലേറ്റിലായിരുന്നു. നമ്മൾ സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം എഴുതുമ്പോൾ മലയാളത്തിലെ സാഹിത്യ നായകന്മാർ എന്നൊരു പുസ്തകം ഒരാൾ എഴുതുന്നുണ്ടെങ്കിൽ സാനമാഷ് അങ്ങനെ ഒരു പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ അതിലാദ്യം എഴുതുന്ന പേരുകാരൻ ഈ നാട്ടുകാരനായിരുന്നു, ഈ പള്ളിപ്പുറത്തുകാരൻ കോവിലത്തിൻ്റെ ഇടയിൽ ജനിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് അറിയാമോ? കോവിലത്തിൻ്റെ ഇടയിൽ ജനിച്ചു വന്ന A.D. ഹരിശർമ്മ. A.D. ഹരിശർമ്മ നമ്മുടെ നാട്ടുകാർ അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുലത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും A.D. ഹരിശർമ്മയിൽ ഉണ്ടായില്ല. നിരവധി പുസ്തകങ്ങൾ നിരവധി പുസ്തകങ്ങൾ സാഹിത്യ നായകന്മാരുടെ ചില പുസ്തകങ്ങൾ പറ്റിയുള്ള പുസ്തകം നിരവധി സാഹിത്യ പഠനങ്ങൾ ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് സാഹിത്യ കുശലൻ A.D. ഹരിശർമ്മ. ഗുരുദേവനായിട്ട് ശ്രീനാരായണനായിട്ട് ഒന്നും അടുപ്പമായിരുന്നു. ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒന്നിനും സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഗുരുദേവൻ ചില തമാശകളൊക്കെ പോയിരിക്കും. അദ്ദേഹത്തെ ചെന്ന് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ മര്യാദ കാണിക്കുമ്പോൾ ഗുരുദേവൻ ചില തമാശകളൊക്കെ ഹരിശർമ്മ പറഞ്ഞതായിട്ട് കഥകളുണ്ട്. അപ്പം അങ്ങനെയുള്ള A.D. ഹരിശർമ്മ ഇവിടെ ഉണ്ടായിരുന്നു, കോവിലത്തുകളിൽ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള വസ്തുതകളെല്ലാം ഇപ്പോൾ അറിഞ്ഞുകൂടും. അപ്പോൾ നിസ്സാരമായ ഒരു നാടല്ല നമ്മുടേത്. നിരവധി മഹാനന്ദന്മാരെ ആളുകൾ ജീവിച്ച് വളർന്ന സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കയറി വരാൻ വലിയ റോഡുണ്ട് അല്ലേ? എറണാകുളത്തേക്ക് പോകാൻ പ്രശ്നമില്ല. കാറിലോ ബസ്സിലോ മറ്റു വാഹനങ്ങളിലൊക്കെ നിങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകാം. എൻ്റെ കാലത്ത്, ഞാൻ ഈ പ്രായത്തിലുള്ള കാലത്ത് എന്തായിരുന്നു ഞാനെന്ന് കൂടി ഞാൻ പറഞ്ഞ അവസരമില്ല. അതുകൂടി പറഞ്ഞ അവസരമില്ല. ഒരു റോഡ് വെട്ടുവഴി വൈപ്പിൻ മുനപ്പം റോഡൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് വെട്ടുവഴി. ആ വഴിയുടെ പേര് എങ്ങനെയായിരുന്നു? വെട്ടി ഉണ്ടാക്കിയ വഴിയാണ്. ആ വെട്ടുവഴിയുടെ മീതെ പുണ്യമൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. പല മരങ്ങളൊക്കെ ചാഞ്ഞ് കൊണ്ടുണ്ട്. അങ്ങനെയുള്ളൊരു വഴി. ആ വഴിയിലൂടെ വേണം നടന്നു പോകാൻ. വേറെ ഒരു വഴിയില്ല. പിന്നെ അന്നുണ്ടായിരുന്ന എറണാകുളത്തേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച പിന്നെ ഉണ്ടായിരുന്ന വഴി ഏതാണെന്ന് അറിയാമോ? വഴി ഉണ്ടായിരുന്നു അന്ന്. ഞങ്ങളുടെ ഓർമ്മയിൽ വഴിയുണ്ട്. എന്താണ്? ബോട്ട് സർവീസ്. 10-40ഓളം ബോട്ടുകളാണ് ഈ പുഴയിൽ കൂടി സഞ്ചരിച്ചത്. നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫിഷിംഗ് ബോട്ടാണ്. നിങ്ങളുടെ ഓർമ്മയിൽ ബോട്ടിൻ്റെ ബോട്ടെന്ന് പറയുമ്പോൾ ഫിഷിംഗ് ബോട്ടാണ് വരുന്നത്. ഫിഷിംഗ് ബോട്ടൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ്. 1965 ശേഷമാണ് ഫിഷിംഗ് ബോട്ട് ഈ കടലിലും ഒക്കെ നമ്മൾ കണ്ടുകൊടുക്കുന്നത്. അതിനു മുമ്പ് ബോട്ടെന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്ക് പോകുന്ന ബോട്ട് എവിടുന്നാണ് പുറപ്പെടുന്നതെന്ന് അറിയാമോ? കോട്ടപ്പുറത്ത് നിന്ന് ഒരു ബോട്ട് പുറപ്പെട്ടാൽ എറണാകുളത്ത് ചെല്ലണമെങ്കിൽ 4.5 മണിക്കൂർ സമയം വേണം. കോട്ടപ്പുറത്തുനിന്ന് വിട്ടാൽ ആ ബോട്ട് മൂത്തകുന്നത്ത് വന്നെടുത്ത് ജെട്ടിയൻ്റെ അവിടെ മൂന്നൂറിനും ജെട്ടിയിലാണ്. അവിടെ നിന്ന് കയറിയാൽ ആ ബോട്ട് പിന്നെ വന്നെടുക്കുന്നത് അഴീക്കോട് ജെട്ടിയില്ല. അഴീക്കോട് അഴിമുഖത്ത് തന്നെ വലിയൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ജെട്ടിയുണ്ട്. ആ ജെട്ടിയിൽ വന്നെടുക്കും. അവിടുന്ന് വടക്കേ മുൻപത്ത് വന്ന് ബോട്ടെടുക്കും. ആ വടക്കേ മുൻപത്ത് നിന്ന് വിട്ടാൽ ഇടയ്ക്ക് പള്ളിയുടെ അവിടെ ഭാഗമുണ്ട്, കോൺവെന്റിൻ്റെ അവിടെ ഭാഗമുണ്ട്. അവിടെ ഒന്നും അടുക്കില്ല. സാധാരണ ഗതിയിൽ പോലും അടുക്കില്ല. പിന്നെ അടുക്കുന്നത് കോവിൽ മുനമ്പങ്ങാടിയില്ല.
നിങ്ങൾ കണ്ടിട്ടുണ്ട മുനപ്പങ്ങാടി? മുനപ്പങ്ങൾ കണ്ടിട്ടുണ്ട? വലിയ അങ്ങാടിയായിരുന്നു, വലിയ ചന്തയായിരുന്നു. അനേകം ചായക്കടകൾ, അനേകം ജൗളിക്കടകൾ, അനേകം പലചരക്ക് കടകൾ, മീൻ മാർക്കറ്റുകൾ എല്ലാം തന്നെ വലിയ ഒരു ചന്തയായിരുന്നു, വലിയൊരു അങ്ങാടിയായിരുന്നു മുനപ്പങ്ങാടി. രാജാ കേശവദാസൻ, തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസൻ ആ മുനപ്പങ്ങാടിയിൽ വന്ന് അവിടെ നിന്ന് ആളുകളോട് പ്രഭാഷണം നടത്തിയിരുന്നു. ആ മുനപ്പങ്ങാടിക്ക് ഇപ്പൊ വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല, അതേപടിയുണ്ട്. ഇപ്പൊ മാണി ബസാർ, പുതിയൊരു മാണി ബസാർ ഉണ്ടാകും. അത് കഴിഞ്ഞ് വന്നാൽ വോട്ടെടുക്കുന്നത് കോവിലത്തിക്കടവിലാണ്. കോവിലത്തിക്കടവ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാ പേര്? കോവിലത്തിക്കടവെന്നുള്ള പേരുകളുണ്ടെന്നുണ്ട്. കോവിലത്തിക്കടവിന്റെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞില്ല. കോവിലത്തിക്കടവ് എന്ന് പറഞ്ഞാൽ പുഴയുടെ തീരത്താണ്. കോവിലകത്തേക്ക് പോകാൻ വേണ്ടി തമ്പുരാക്കന്മാർ വന്നിറങ്ങിയിരുന്ന ഒരു കടവാണ് കോവിലകത്തിൻ കടവ്. കോവിലകം ഏതാണ്? അവിടെ കോവിലകം രാജാക്കന്മാർ വന്ന് താമസിക്കുന്ന കോവിലകൊണ്ടായിരുന്നു അവിടെ. ആ കോവിലകമാണ് ഇപ്പോ ആയുർവേദ ആശുപത്രി. ഇപ്പൊ നന്നാക്കി നല്ലൊരു ആയുർവേദ ആശുപത്രിയാണ്. ആ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ആ കോവിലകത്തിലാണ്. കൊടുങ്ങല്ലൂർ പോയിട്ട് തമ്പുരാക്കന്മാർ കോവിലകത്തിൻ കടവിൽ വന്നിറങ്ങും. ഇറങ്ങിയിട്ട് വണ്ടിയിൽ തന്നെ കയറി, കാളവണ്ടിയിലോ കുതിരവണ്ടിയിലോ കയറി ആ കോവിലിൽ വന്ന് താമസിക്കും. അപ്പൊ അവർക്ക് വരാനുള്ള കടവ്, കോവിലകത്ത് വന്നു കയറാനുള്ള കടവായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് കോവിലകത്തിൻ കടവ് പേര് വന്നത്. ആ കോവിലകത്തിൻ കടവ് ഇപ്പോ അന്ന് ഞങ്ങളുടെ ഓർമ്മയിൽ വലിയൊരു കമ്പോളമായിരുന്നു. 6 ജൗളിക്കടകൾ, ഗുങ്ങിനെ സംബന്ധിച്ചിൽപ്പെട്ട ആളുകൾ നടത്തുന്ന 6 ജൗളിക്കടകൾ അവിടെ ഉണ്ടായിരുന്നു. അനേകം ഹോട്ടലുകൾ അടക്കമുള്ള ചായക്കടകൾ അവിടെ ഉണ്ടായിരുന്നു. ഗുണശേഖരയുടെ ചായക്കടയിൽ തുറക്കാനാവുന്ന സൂപ്പർ മാർക്കറ്റ് വരുന്നതിന് മുമ്പ് സൂപ്പർ മാർക്കറ്റിന് വെല്ലുന്ന രീതിയിലുള്ള പലചരക്ക് കടകൾ അവിടെ ഉണ്ടായിരുന്നു. മീൻ മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ആണിക്കമ്പനി ഉണ്ടായിരുന്നു. ആണിക്കമ്പനി, ഹിന്ദുസ്ഥാൻ ഹാർഡ്വെയർസ്, എറണാകുളത്ത് അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ഇരുമ്പുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ഹാർഡ്വെയർസ്. അവിടെയാണ് ആദ്യം വരുന്നത് കോവിലകത്തികളാണ്. കോവിലകത്തികളാണ് ഉടമസ്ഥൻ. അവരാണ് പിന്നീട് എറണാകുളത്തേക്ക് മാർക്കറ്റ് റോഡിലൊക്കെ ചെന്ന് താമസമാക്കി ഹിന്ദുസ്ഥാൻ ഹാർഡ്വെയർസിന്റെ ആളുകളെ വിളിക്കുന്നത്. അവർ കോവിലകത്തികളാണ് പോയത്. അപ്പൊ അങ്ങനെയുള്ള കോവിലകത്തികളിൽ നിന്ന് ബോട്ടൊക്കെ കയറിയാണ് ഞങ്ങൾ 4 മണിക്കൂർ ഇരുന്ന് ബോട്ടിൽ എറണാകുളത്തേക്ക്. ബോട്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമായ ബോട്ടല്ല, 3 തട്ടുകളുള്ള ബോട്ട്, കപ്പലിനെ പോലിരിക്കുന്ന വലിയ ബോട്ട്. ലോഡ് ഹെവി കണ്ടിട്ടുള്ള ആളുകളിലൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലോഡ് ഹെവി ജോൺ മത്തായി, നല്ല സുന്ദരനാണ്, നീളം കൂടിയ സുന്ദരൻ ബോട്ടാണ് ജോൺ മത്തായി. ലോഡ് ഹെവി പ്രൗഢി കൊണ്ട് 3 നില, മുകളിൽ ആളുകൾ ഉറങ്ങിക്കിടക്കും, ചിലർ ചീട്ട് കളിക്കും. പിന്നെ ബോട്ടിലേക്കൊക്കെ കയറിയാൽ വെറുതെ അല്ല, ചായയൊക്കെ അതിനകത്ത് ബോട്ടിനകത്ത് അപ്പോ അവിടെ നമ്മൾ പറഞ്ഞതുപോലെ ബോട്ടുകളിൽ കയറുമ്പോൾ ചായക്കട കാണാം, പുസ്തകങ്ങൾ വിൽക്കുന്ന ആളുകളെ കാണാം, ചീട്ടുകൾ വിൽക്കുന്ന ആളുകളെ കാണാം, ഉറങ്ങിക്കിടക്കുന്ന ആളുകളോട് ചെയ്യുന്ന 4 മണിക്കൂർ ഏറ്റുള്ളതറിയില്ല. 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല അവിടെ എത്തും, എറണാകുളത്തെത്തും. ആ എറണാകുളത്തെത്തുമ്പോൾ രക്ഷാവലിയുടെ രക്ഷാവലി അതിൽ മനുഷ്യൻ തന്നെ മനുഷ്യനെ കിടക്കി വലിച്ചു കൊടുക്കുന്ന വണ്ടി രക്ഷാവലി. ആ രക്ഷാവലിയുടെ അടുത്തുകൂടി അങ്ങോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് മൂക്ക് പൊട്ടിപ്പോകുന്ന ഒരു രംഗമുണ്ട്. എല്ലാവരും
തീട്ട വണ്ടി നല്ലത് തീട്ടപ്പാട്ട വലിച്ചു കൊണ്ടുപോകുന്നത് തോന്നി അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ അവസാനം ഇപ്പം സംഘടനയുടെ പഠനമോ ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.